ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ബുച്ചി ബാബു സന സംവിധാനം ചെയ്ത് രാം ചരൺ പ്രധാന വേഷത്തിലെത്തുന്ന വരാനിരിക്കുന്ന പുതിയ തെലുങ്ക് ചിത്രമാണ് പെഡ്ഡി. എ റഹ്മാനാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ജാൻവി കപൂറാണ് നായിക വേഷത്തിലെത്തുന്നത്. സോ ഇതിലൊരു സോങ് ചിക്രി ചിക്രി എന്ന് മോഹിത് ചൗഹാൻ പാടിയ പാട്ട് ട്രെൻഡിങ് ആയിരുന്നു, വൈറലുമായിരുന്നു. അപ്പോൾ അടുത്ത മാസമാണ് റിലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി മാറ്റമോ ഉണ്ടോ ഇല്ലെന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ അവരുടെ ട്രെയിലർ നമ്മൾ കണ്ടു നോക്കാം. ഒരു സ്പോർട്സ് ബേസ്ഡ് പടമായിട്ടാണ് നേരത്തെ തോന്നിയത്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം. വൃദ്ധി ഇൻഫ്രാ ട്രക്ക്, വൃദ്ധി സിനിമാസ്. మైత్రి మూవీ మేకే సుకుమార్ రైతు క్రికెట్ పెద్ది దేవుడి పేరా? నా ఫేవరెట్ క్రికెటర్ పెద్ది సార్. అంటే అడిగారు పెద్ది సార్, పెద్ది సార్. నా ఫేవరెట్ రన్నర్ పెద్ది సార్. ఈ కుర్రోనికి పెద్దిగోడు గుళ్ళో దేవుడు కాదు సారు, గ్రౌండ్ లో దేవుడు. మెగా పవర్ స్టార్ రామ్ చరణ్. സംഭവം ഇതൊരു സ്പോർട്സ് ബേസ്ഡ് സിനിമയാണ്. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് മാത്രമല്ല, കുറെ കായികമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിലും പെഡ്ഡി സാറാണ് ഫേവറേറ്റ് പേഴ്സൺ എല്ലാവർക്കും. മൈ ഫേവറേറ്റ് പ്ലെയർ, മൈ ഫേവറേറ്റ് പേഴ്സൺ എല്ലാം പെഡ്ഡി സാറാണ്, രാം ചരൺ. അപ്പോൾ കാണുന്നതിൽ ക്രിക്കറ്റ്, പിന്നെ ഈ ജിംഖാന പോലത്തെ ഒരു സംഭവം, ഈ ചെളിയിലും മണ്ണിലൊക്കെ നിന്ന് അടിക്കുന്ന സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. ആ തുടക്കം കാണിച്ച ആ ഷോട്ടൊക്കെ കൊള്ളായിരുന്നു. ബട്ട് ക്ലൈമാക്സിലേക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മാസ് പടം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. అంటారు కదా, సుక్కి వెనగి పూట విజయనగరంలో రాలి పడినదిట్రా. ഇത് കണ്ണു തട്ടാതിരിക്കാൻ ഒരു നായിക വേണമല്ലോ. కబుర్లు చెప్పక నాకు నాకున్న పోతావు. ఆడ పుట్టుక పుట్టిన మీకు ఇలాంటి మాటలు కరెక్ట్ కాదమ్మా. పీగినవులే. నాకు ఆట ఇవ్వడం కాదు, బతకడం. സൽമാൻ ഖാനെ പോലെ വേറെ നവീൻ ജോലിയാണ് എഡിറ്റിംഗ്. ഞാൻ പറഞ്ഞില്ല, ഇതില് കുറച്ച് മാസ് കാര്യങ്ങളുണ്ട്. അതായത് തുടക്കത്തിലൊക്കെ ആ നായകനുമായിട്ട് നായികയായിട്ടുള്ള കുറച്ച് റോളുകൾ കാണിക്കും, പിന്നെ കുറച്ച് കളി തമാശകള്, ക്രിക്കറ്റ് കളി. ആൻഡ് ഇതില് ക്ലൈമാക്സിലേക്ക് ഒക്കെ വരുമ്പോൾ ആ സീന് എലവേറ്റ് ആവുന്നുണ്ട്, ആ ഒരു പോർഷനൊക്കെ മാറുന്നുണ്ട്, പൊളിറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ക മാസ് പടം തന്നെയാണ് വരുന്നത്. എന്തായാലും സ്പോർട്സ് ബേസ് ആയിട്ട് ഒരിടുന്നു. ജഗപതി ബാബു ആണ് അത്, ഡാഡി ഗിരിജ. వాడికి ఆట ఆడటమే తెలుసు, మనకు ఆట ఆడటం కూడా తెలుసు. ఎక్కడ ఈ ఆటకు నా కొడుకో. మాటలతో కాదు, ఆటతో బరిలో గెలిచే మగతనం ఎవరికుందో రమ్మను. సింగం రెండు ఆటలని కలిపి ఆడేవాడిని పిలిచే എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടാ. గెలుపైన ఓటమైన ఈ కొండ కింద ఊరోడు దేవాలా. బుచ్చి బాబు సన ఫిలిం. మీరందరూ నేను ఆడాను అనుకుంటున్నారా? పోరాడేది. ഞാൻ പറഞ്ഞില്ലേ അവസാനം, അതായത് നാട്ടിൻപുറത്തുനിന്ന് കളിച്ച് ഒളിമ്പിക്സിലോ ഏഷ്യൻ ഗെയിംസോ ഇതുപോലത്തെ വലിയ ഇന്റർനാഷണൽ ഗെയിംസിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഗെയിംസിലൊക്കെ ആയിട്ട്. അപ്പൊ അതുമായിട്ട് പുള്ളിക്കാരൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതും കൂടെ ആയിരിക്കാം ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സ് അങ്ങനെ ആയിരിക്കാം. കാരണം അതാണ് സ്പോർട്സ് ബേസ്ഡ് കാണിക്കുന്നത്. നാട്ടിൻപുറം കാണിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ഗെയിംസും കാണിക്കുന്നുണ്ട്. ആൻഡ് മാസൊക്കെ നന്നായിട്ടുണ്ട്. ഫൈറ്റ് ഒരുപാടുണ്ടാവും. മിക്കവാറും RRL കണ്ട പോലെ ഒരു 40-50 പേര്, അതിൽ 10-200 പേരുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ 40-50 പേരോടെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ട്രെയിലറിൽ കാണിക്കുന്നില്ല. നാട്ടിൻപുറം സീൻസ്. ഓ എ റഹ്മാന്റെ ഹമ്മിങ്. ഓ പെഡ്ഡി.
എന്തോടാ ഇത്? എഡിറ്റിംഗ് കൊള്ളാം കേട്ടാ. June 4th. Peddie. Experience in IMAX. 3 മിനിറ്റ് 7 സെക്കൻഡോളം ഉണ്ട് ട്രെയിലർ. മൊത്തം പറഞ്ഞാൽ ഒരു പടത്തിന്റെ കോർ ഐഡിയ എന്താണ്, പടം എന്താണെന്ന് ഈ ട്രെയിലറിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. അതായത് എൻ്റെ ഒരു കേസിൽ തോന്നുന്ന നാട്ടിൻപുറത്ത് പെഡ്ഡി എന്നൊരു ഫേവറേറ്റ് പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ എല്ലാ കളിയിലെയും വീരനാണ്. ക്രിക്കറ്റ് ആയാലും ഓട്ടമായാലും അല്ലെങ്കിൽ ഈ ജിംഖാന പോലത്തെ ആ ഒരു സ്റ്റെൻഡ് പോലത്തെ പരിപാടി ആയിരുന്നാലും അപ്പോൾ എല്ലാവർക്കും ഇൻസ്പയർ ആയ ഫേവറേറ്റ് ആയ പ്ലെയറും പേഴ്സണും കൂടെയാണ് പെഡ്ഡി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു കോച്ച് നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ പുള്ളിയെ കാണുന്നു, പുള്ളിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, ടാലന്റുമായിട്ട് ഇന്റർനാഷണൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്, കാലിബറുള്ള പ്ലെയറാണെന്ന് കണ്ടുപിടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സീൻസുകൾ വരുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉള്ള പൊളിറ്റിക്സ്, അതായത് കഴിവുള്ളവരെ കയറ്റാൻ പറ്റുന്നില്ല, അവരുടെ കൂടെ ഉള്ളവരെയും റെക്കമെൻഡേഷനിൽ വരെ കയറ്റുന്നു എന്നുള്ളത്. പിന്നെ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് 1-2 വേറെ ലാംഗ്വേജ്, അതായത് വില്ലേജിലെ ഒരു സിറ്റുവേഷൻ വരുന്ന സ്റ്റെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വില്ലേജ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ജാൻവി കപൂർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയമേ ജാൻവി കപൂർ മിക്കവാറും സിനിമയിൽ കാണും. ഒരു കണ്ണ് തട്ടാതിരിക്കുക, ഒരു നായിക, ഒരു പാട്ടിന് ഒരു നായിക എന്ന ലേബലിലായിരിക്കും ജാൻവി കപൂറിനെ കൊണ്ടുവന്നത്. അതെന്തായാലും ഈ ട്രെയിലറിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ബട്ട് രാംചരന്റെ ആ ഒരു ഫിസിക്ക്, രാംചരന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, രാംചരന്റെ ആ ഒരു ആക്ടിങ്, മാസൊക്കെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഗ്രാമത്തിലെ പോർഷനൊക്കെ വരുമ്പോൾ പുള്ളി തിമിർത്താടുമെന്ന് വേറെ സംശയമൊന്നുമില്ല. അത് നന്നായിട്ട് തന്നെ അതിൽ കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് മാസ് സീൻസ് ഇതിലുണ്ടെന്ന് തന്നെയാണ് ഇതിൽ ഉള്ളത്. പിന്നെ ക്രിക്കറ്റ്, അതായത് ഒരു എന്താ പറയുക, എന്റർടൈൻമെന്റ് എലമെന്റ്സിലൊക്കെ ക്രിക്കറ്റ് ഷോട്ട് അടിക്കുന്നതൊക്കെ അത് കാണും, തിരിഞ്ഞിങ്ങനെയൊക്കെ നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഏറാമാൻ്റെ ആ മ്യൂസിക്കും വരുന്നുണ്ട്, ആ ഹമ്മിങ്ങും കാര്യങ്ങളും BGM പരിപാടികളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ ബിറ്റ്വീൻ എനിക്ക് എല്ലാ BGM ഒക്കെ ആയിട്ട് തോന്നിയില്ല. ലാസ്റ്റ് വരുന്ന ഹമ്മിങ്, ആ ഒരു ഇമോഷണൽസ് ആണ് നന്നായിട്ടുണ്ടായിരുന്നത്. ബട്ട് ലാസ്റ്റ് ആ ഇമോഷണൽ ഐറ്റവും വരുന്നുണ്ട്. മൊത്തത്തിൽ പടം ഒരു ഓവറോൾ ഒരു മസാല എന്റർടൈനർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇമോഷൻ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇൻസ്പിറേഷൻ, ചതി, വഞ്ചന, അത് ഇതെല്ലാം ചേർന്ന ഒരു പടമാവാനാണ് സാധ്യത കൂടുതൽ. June 4th റിലീസ് ചെയ്യുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം രാംചരൻ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടം എനിക്ക് തോന്നുന്ന ജൂനിയർ NTRയുടെ രാജമൗലി പടമാണെന്ന് തോന്നുക, RRR. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയാണ് വരുന്നത്. ഒരുപാട് ടൈം എടുത്തു വന്ന ഒരു സിനിമ കൂടിയാണ്. ഒരുപാട് വിശ്വാസവും പുള്ളിക്കാരനുണ്ടെന്ന് പുള്ളി പല ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാം June 4th എങ്ങനെയായിരിക്കും സിനിമ വരുന്നത്. സ്പോർട്സ് ബേസ്ഡ് ആയ പെഡ്ഡി, ബുച്ചിബാബു സന സംവിധാനത്തിലെ രാംചരൻ നായകനായെത്തുന്നു. ബട്ട് ട്രെയിലർ മിന്നിച്ചിട്ടുണ്ട്.